CPM ജില്ലാ സമ്മേളനം ലക്ഷ്യം വെച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പടച്ചുവിടുന്നുവെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ. കായംകുളം കേന്ദ്രീകരിച്ച് വരുന്ന ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കായംകുളത്തിന്റെ ചുമതലയുള്ള ബാബുജാൻ വ്യക്തമാക്കുന്നു. പൊതുവെ വലതുപക്ഷ മാധ്യമങ്ങൾ ജില്ലാ സമ്മേളനം നടക്കുന്ന വേളയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന വാർത്തകൾ CPMൽ നിന്നും വ്യാപകമായിട്ട് കൊഴിഞ്ഞുപോക്ക് എന്നുള്ള വാർത്തകളാണ്. അത് ഏറ്റവും കേന്ദ്രീകരിച്ച് കൊടുക്കുന്ന വാർത്ത കായംകുളത്ത് നിന്നാണ്. എന്താണ് കായംകുളത്ത് ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കുകളുണ്ട്? ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ പ്രവർത്തിക്കുന്നവരുടെ സ്വഭാവശുദ്ധിയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് വിരുദ്ധമായി വരുന്നവരെ തിരുത്താൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ ചുമതലപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പാർട്ടി ശ്രമിക്കും. അത് പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതിയാണ്. അങ്ങനെ വന്ന ഒന്നോ രണ്ടോ പേർ മാത്രമാണ് പാർട്ടിയിൽ അവർക്ക് അവരുടെ സ്വഭാവങ്ങളുമായി നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ളത്. അതിലുദാഹരണമാണല്ലോ വിപിൻ സി ബാബു. അത് യാതൊരു സംശയവുമില്ല, ആ നിലയിലാണ് പോയിട്ടുള്ളത്. അങ്ങനെ പോയിട്ടുള്ള ഒന്നോ രണ്ടോ പേര് മാത്രമാണ്, അല്ലാതെ ഒരാളും പോയിട്ടില്ല. മാധ്യമങ്ങളുടെ വലതുപക്ഷ മാധ്യമങ്ങളുടെ വളരെ തെറ്റായൊരു പ്രചരണമാണ് അത്. അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ 250 പേർ പോയി, 52 പേർ പോയി. അവസാനം ഞങ്ങൾ കായംകുളത്ത് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇവരൊന്നും ഇങ്ങനെ പറയപ്പെടുന്ന ആരും പോയിട്ടില്ല. ഞങ്ങൾ ഈ പറയപ്പെടുന്നവരെല്ലാം അന്വേഷിച്ചു, ഒരടിസ്ഥാനമില്ല എന്നുള്ളത് കായംകുളത്തെ മാധ്യമ സുഹൃത്തുക്കൾക്കടക്കം പോയി. കഴിഞ്ഞ ദിവസം കുറച്ചധികം ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ട്. അതെ, ഇങ്ങനെയുള്ളവർ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന അവമതിപ്പ് അത് മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജില്ലാ സമ്മേളനം നടന്നു വരുന്ന ഈ വേളയിൽ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ രാജേഷിനൊപ്പം ഷാജഹാൻ.